ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. രണ്ട് ബില്ലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള 129 ഭേദഗതി ബില്ല്, നിയമസഭകളുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ല് എന്നിവയാണ് അവതരിപ്പിക്കുക. ബില്ല് ഒരു കാരണവശാലും അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചതോടെ സഭ കലുഷിതമാകുമെന്ന ഉറപ്പാണ്. അതേസമയം JDU, TDP പാർട്ടികൾക്ക് ബില്ലിനെ സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശിക പാർട്ടികളായാണ് അത് ഏറെ വലയ്ക്കുന്നത്. TDPയും JDUവും പ്രാദേശികമായി മാത്രം നിൽക്കുന്ന പാർട്ടികളായതുകൊണ്ട് തന്നെ ഉള്ളടക്കത്തിൽ ചില സംശയങ്ങളുണ്ട്. അതായത് പാർട്ടികളുടെ MP-മാരുടെ യോഗം പ്രത്യേകം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ബില്ല് ഭരണഘടന വിരുദ്ധമെന്നും ഫെഡറൽ വ്യവസ്ഥയെ തകർക്കുന്നത് എന്നും അടക്കം ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത എതിർപ്പ് ഉന്നയിച്ചു. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ര വേഗത്തിൽ ബില്ലുകൾ പാസാക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സംഖ്യയിൽ NDAക്ക് ഒറ്റയ്ക്ക് ബില്ല് പാസാക്കാനാവില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം ഇക്കാര്യത്തിൽ വേണ്ടിവരും. അത് പക്ഷേ എളുപ്പത്തിൽ നടക്കുമെന്നും പറയാൻ സാധിക്കില്ല. 2029 രാജ്യത്ത് ഒറ്റഘട്ടമായ നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചത്. എന്തായാലും BJP പ്രതീക്ഷിച്ച വേഗം ബില്ലുകൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഏറെ ബഹളങ്ങളും പ്രതിസന്ധികളുമാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കുന്നത്. ബില്ലിൽ നിന്നും പിന്നോട്ടില്ല എന്നും നടപ്പിലാക്കുമെന്നും കേന്ദ്ര സർക്കാർ പറയുമ്പോൾ എളുപ്പത്തിൽ ബില്ലിന് മുന്നിൽ കീഴ്പ്പെടില്ല എന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഭരണഘടനയുടെ 129 ഭേദഗതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ എത്തുക. ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. എന്നാൽ ബില്ലിലെ വിവരങ്ങൾ അനുസരിച്ച് 2034 മാത്രമേ നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കൂ എന്ന് ഉറപ്പായിരിക്കുകയാണ്. നിയമം പ്രാബല്യത്തിലായാൽ ലോകസഭയുടെ കാലാവധി കഴിയുന്നതോടെ അതിനൊപ്പം സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി അവസാനിക്കും. നിയമം വരുന്നതിന് മുൻപ് നിലവിൽ വന്ന നിയമസഭകളും അതിനുശേഷം വന്ന നിയമസഭകളും ലോകസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടെ പിരിച്ചുവിടപ്പെടും. ഇതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കും. ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെയാണ് ഇനി പൊതു തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കുക. ഏതെങ്കിലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരം രാഷ്ട്രപതിയെ ഔദ്യോഗികമായി അറിയിക്കുകയും രാഷ്ട്രപതിയുടെ അനുമതിയോടെ മറ്റൊരു തീയതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭയും ലോകസഭയോടൊപ്പം കാലാവധി അവസാനിപ്പിക്കും. ലോകസഭയോ സംസ്ഥാന നിയമസഭകളോ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് പിരിച്ചുവിടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും പുതിയതായി വരുന്ന സഭയ്ക്ക് മുൻ സഭയുടെ ബാക്കിയുള്ള കാലാവധി മാത്രമേ ഉണ്ടാകൂ എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇടക്കാല തെരഞ്ഞെടുപ്പിന് സമാനമായ അവസ്ഥയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന് ചുരുക്കി പറയാം. ഇങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്.